നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വഴങ്ങില്ലെന്ന് ആവർത്തിച്ച് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ സമ്മർദ്ദത്തെ തുടർന്ന് നിലപാടിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. എത്ര സമയമെടുത്താലും വധശിക്ഷ നടപ്പാക്കും വരെ കാത്തിരിക്കുമെന്നും അബ്ദുൽ ഫത്താഹ് മെഹദി ഫേസ്ബുക്കിൽ പ്രതികരിച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് ബൽറാം, ഇത് തന്നെയാണ് എന്ന് തോന്നുന്നു BBC-ക്ക് നൽകിയ അഭിമുഖത്തിലും അബ്ദുൽ ഫത്താഹ് മെഹദി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ വധശിക്ഷ ആ ശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിയ നടപടി സങ്കടമുണ്ടാക്കുന്നതാണ് എന്നൊക്കെ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ ഈ അബ്ദുൽ ഫത്താഹ് മെഹദി സൂചിപ്പിക്കുന്നത്? വിജയകുമാർ, ഈ വിഷയത്തിൽ ഒരു സമ്മർദ്ദത്തിനും തങ്ങൾ വഴങ്ങില്ല എന്ന ഒരു പ്രതികരണമാണ് അബ്ദുൽ ഫത്താഹ് മെഹദി ആവർത്തിക്കുന്നത്. നേരത്തെ BBC-ക്ക് അദ്ദേഹം നൽകിയ അഭിമുഖം എന്നുള്ളത് ഈ വധശിക്ഷ മാറ്റിവെക്കാനുള്ള തീരുമാനം വരുന്നതിന് മുമ്പായിരുന്നു. എന്നാൽ ആ തീരുമാനം വന്ന ശേഷവും ഈ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ കുറിപ്പിലൂടെ വ്യക്തമാകുന്നത്. ഒരു തരത്തിലുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്കും തങ്ങൾ വഴങ്ങില്ല എന്നാണ് അദ്ദേഹത്തിന്റെ കുറിപ്പിൽ പറയുന്നത്. സമ്മർദ്ദമോ അല്ലെങ്കിൽ എന്തെങ്കിലും ദ്രവ്യമോ നൽകിയുള്ള യാതൊരു തരത്തിലുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്കും വഴങ്ങില്ല. അത് തങ്ങളുടെ നിലപാടിൽ ഒരു മാറ്റവും ഈ സമ്മർദ്ദം ഉണ്ടാക്കില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട് ഫേസ്ബുക്ക് കുറിപ്പിൽ. ഒപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ബുദ്ധിമുട്ടേറിയ സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്നും വധശിക്ഷ തീയതി തീരുമാനിച്ചതിന് ശേഷം പിന്നീട് അത് മാറ്റിവെച്ചത് ഏറെ ദൗർഭാഗ്യകരം എന്നുമാണ് ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. കൂടാതെ ഈ എത്ര സമയമെടുത്താലും നിലപാടിൽ മാറ്റമുണ്ടാകില്ല എന്നും വധശിക്ഷ നടപ്പാക്കുന്നതുവരെ കാത്തിരിക്കും, വധശിക്ഷ നടപ്പാക്കിയാൽ മാത്രമേ തങ്ങൾക്ക് നീതി ഉറപ്പാക്കാനാകൂ എന്നും രക്തം വില കൊടുത്തു വാങ്ങാനാകില്ല എന്നുമുള്ള വൈകാരികമായ ഒരു കുറിപ്പാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത്. അതേസമയം ഈ തലാലിന്റെ കുടുംബാംഗങ്ങൾ മറ്റു പലർക്കും അനുകൂലമായ ഒരു പ്രതികരണമുണ്ട് എന്ന തരത്തിലാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ മധ്യസ്ഥ ശ്രമങ്ങൾ ഇപ്പോഴും ഊർജിതമായി തന്നെ തുടരുകയാണ്. ഈ ഗോത്ര വിഭാഗവുമായി അവരെ സ്വാധീനിക്കാൻ കഴിയുന്ന കുടുംബാംഗങ്ങളെ നേരിട്ട് തന്നെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ആളുകൾ, അത് യമനിലെ നേതാക്കൾ അടക്കമുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധ്യസ്ഥ ശ്രമങ്ങളാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വിജയകുമാർ, അനുനയ നീക്കങ്ങൾ, അനുനയ ചർച്ചകളൊക്കെ പല തലങ്ങളിൽ പല ഘട്ടങ്ങളിലായി പുരോഗമിക്കുന്നതിനിടെയാണ് കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ്റെ ഈ പ്രതികരണം വരുന്നത്. വൈകാരിക പ്രതികരണമാണ് എന്നതിലെ വാക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. പക്ഷേ സമ്മർദ്ദത്തെ തുടർന്ന് നിലപാടിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നും എത്ര സമയമെടുത്താലും ആ ശിക്ഷ നടപ്പാക്കുന്നതുവരെ കാത്തിരിക്കുമെന്നൊക്കെയാണ് അബ്ദുൽ ഫത്താഹ് മെഹദി ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. നേരത്തെ ബൽറാം സൂചിപ്പിച്ചതുപോലെ BBC-ക്ക് നൽകിയ അഭിമുഖം ഈ ശിക്ഷാവിധി നീട്ടിവെക്കുന്നതിന് മുമ്പായിരുന്നു. ഇത് ആ ഉത്തരവ് പുറത്തു വന്നതിന് ശേഷമുള്ള പ്രതികരണം എന്ന ഒരു പ്രാധാന്യം കൂടി ഇപ്പോഴത്തെ ഈ ഫേസ്ബുക്ക് കുറിപ്പിനുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.